ഹലോ ഗായ്സ്, തിങ്കളാഴ്ച തന്നെ നമുക്ക് നല്ല 8ന്റെ പണി കിട്ടിട്ടോ. എന്താ ഇത് സ്റ്റെപ്പിന് ടയറാണ്. സ്റ്റെപ്പിന് ടയർ കുറച്ച് മോശമായിരുന്നു. ഇതിപ്പോൾ എന്താ പറയുക, പഞ്ചറായി. പിന്നെ അതുകൂടാതെ തന്നെ ഈ സ്റ്റെപ്പിന് ടയർ എടുത്തിടാനുള്ള കാരണം, മെയിൻ റീസൺ ഇന്നലെ രാത്രി ടയർ പൊട്ടി ഗായ്സ്. ഇപ്പോൾ കൂടെയുള്ള ആൽവിനാണ്. ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ എന്താ പറയുക, ടയറും കൊണ്ട് കളിക്കുന്ന തന്നെ ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് വയ്യാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, എന്താ ഷൈജു ടയേഴ്സ് എന്ന് പറഞ്ഞ ഈ ടയറിൻ്റെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ടയറിൻ്റെ പണിയൊക്കെ എന്താ പറയുക എടുപ്പിച്ച്. അവർ നമുക്ക് ഇങ്ങനെ നല്ലൊരു ഉണ്ടയാട്ടോ വെച്ച് തന്ന്. സംഭവം ഇപ്പോൾ ഈ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യാണ്. ഇപ്പം എന്താ പറയുക, പിന്നെയാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. പക്കാ ഫ്രോഡ് പറഞ്ഞാൽ പക്കാ ഫ്രോഡാണ് അയാൾ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ ഒരു 1500 റുപ്യുള്ള ട്യൂബിന് എന്നോട് പുതിയ ട്യൂബിന് 2000 റുപ്യ വില പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഫസ്റ്റ് പീസ് നല്ല അടിപൊളി ട്യൂബുണ്ട്, തീരെ ഇതുവരെ പഞ്ചറടയ്ക്കാത്ത അങ്ങനത്തെ ട്യൂബുണ്ട് ഒന്ന് ഫസ്റ്റ് പീസ് എന്ന് പറയുന്നത്. ഇതുവരെ പഞ്ചറായിട്ട് പഞ്ചറൊന്നും ഇല്ലാത്ത നല്ല ട്യൂബാണ്. ആ ട്യൂബിന് 1000 റുപ്യ എന്നാൽ ആ ട്യൂബ് എന്താ പറയുക, സെക്കൻഡ് ട്യൂബ് വരെ വെറുതെ 2000 റുപ്യ കൊടുത്തിട്ട് ട്യൂബ് വാങ്ങണമെന്ന് ചോദിച്ചു. അന്നേരം നമ്മളെ പൈസേൻ്റെ കുറച്ച് ലിമിറ്റേഷൻസും പിന്നെ നല്ല ട്യൂബാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളതിലേക്ക് വീണുപോയി. ഞാനിപ്പം പറഞ്ഞ ട്യൂബിന് ഫ്ലാപ്പിനാകെ 300 റുപ്യുള്ള ഫ്ലാപ്പിന് 500 റുപ്യ ചേർന്ന് വാങ്ങി. ഇപ്പോൾ അതേപോലെ തന്നെ 1000 റുപ്യേൻ്റെ വലിയ ട്യൂബ് തന്നെ എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയോ കാര്യം പറഞ്ഞു പറഞ്ഞാൽ 1250 റുപ്യാണ് അതിന്. അങ്ങനത്തെ അത് മാത്രമേ ഇവിടെ സെക്കൻഡ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് എന്താ പറയുക, സെക്കൻഡ് ട്യൂബ് എന്ന് പറഞ്ഞിട്ട് അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് നമുക്ക് നാട്ടിൽ പോയാൽ നമുക്ക് നല്ല ട്യൂബും സാധനങ്ങളൊക്കെ നമ്മളെ മലയാളിയുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മളെന്താ പറയുക, ഇപ്പം പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ഒന്ന് ഓടിയെത്തിക്കുക എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ പരിപാടി ചെയ്തത്. അപ്പം വെച്ചാൽ ഇവിടുന്ന് കുറച്ചുകൂടി ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അവിടെയുള്ള ഷോപ്പിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വെറും ടയറിനാകെ വെറും എന്താ പറയുക, ടയറിൻ്റെ ട്യൂബിനാകെ വരെ ഉള്ളതെന്ന് വെച്ചാൽ ഇവർ 1250 റുപ്യക്ക് എൻ്റെ തലയിൽ എനിക്ക് തന്ന സാധനം, അതിൻ്റെ പുതിയതിന് സെക്കൻഡ് സാധനം എനിക്ക് തന്ന 1250 അതിൻ്റെ പുതിയ സാധനത്തിന് എന്താ പറയുക 1300 രൂപയുള്ളൂ. മനുഷ്യന്മാർ പറ്റിക്കുന്നൊരു കാര്യമേ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എന്താ പറയുക, വലിയ സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളൊരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റുള്ളൊരു ലാംഗ്വേജ് പറയുന്ന ഒരാളോ അല്ല വന്ന് ഞാൻ മലയാളത്തിൽ സംസാരിച്ച് മലയാളത്തിൽ തന്നെ എന്നോട് അനിയാന്ന് വിളിച്ച് സംസാരിച്ച ഒരാൾ നമ്മളെ ചിരിച്ചും കൊണ്ട് നമ്മളെ കൈത്തറക്കാണ്. അതിലും വലുതായിട്ടുള്ള ഒരു കാര്യം പറയുന്നില്ല. നമ്മൾ ടയറൊക്കെ മാറ്റി നമ്മളങ്ങനെ മുന്നോട്ട് പോകാട്ടോ. നമുക്ക് ഞാൻ എന്താ പറയുക, ഈ ടയർ മാറ്റിയ കട ഒന്നുകൂടി കാണിച്ചു തരാം. അടക്ക് ഇതൊന്ന് എയർ ചെക്ക് ചെയ്യണം. അങ്ങനത്തെ ചില്ലറ വർക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആടി തീരണം. ഇപ്പോൾ കഴിച്ച് നമ്മൾ ഏകദേശം നമ്മളെ ടയർ വരെ എത്താനായി. തന്നെയാണ് ഇവിടെ കണ്ടിരുന്നത്. മുന്നോട്ട് പോയി നേരെ ആ ട്രാവലറാണ് മുന്നോട്ട് പോയി. ആ വണ്ടി അങ്ങനെ സൈഡായിട്ടാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളെന്താ പറയുക, നമ്മളെ തിരിച്ച് കൈത്തറ ചേട്ടൻ്റെ കട ഇതിനകത്ത് ഒന്നുകൂടി ഞാൻ തരാം. അപ്പം പറഞ്ഞത് ഇപ്പോൾ ഈ സൈഡിൽ ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ അകത്ത് കൈ ഓട്ടോറിക്ഷേൻ്റെ നേരെ ബാക്കിലേക്ക് അപ്പുറത്തെ സൈഡിലായിട്ട് ആ ആമറോണിൻ്റെ ബാറ്ററി പിടിയുടെ നേരെ അപ്പുറത്ത് അതാ ആ ചുവന്നുള്ളിൽ ഷൈജൂസ് എന്ന് പറഞ്ഞ് ബോർഡ് ചെയ്ത് ഈ ഓട്ടോ ഈ കട ടയറുടെ ചെക്കൻ എല്ലാവരും മറ്റേ മൂപ്പരെ കൊണ്ട് എല്ലാ സൈഡും ഞാനൊന്നും അറിയാത്ത നീ കാറ്റൊക്കെ ചെക്കിയിട്ട് വേണം ഞങ്ങൾക്ക് മെല്ലെ മുന്നോട്ട് പോയാൽ ഞങ്ങൾ പോവുക. ഞങ്ങൾ അങ്ങനെ പോകുന്ന നേരം കുറച്ചുകൂടി മുന്നോട്ട് എത്തിയപ്പോഴാണ് നമ്മളെ ടയറിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്നുള്ളത് പിന്നെ കണ്ടു. ടയർ പിന്നെയും പണി വന്ന് നമ്മൾ പുതിയ എന്താ പറയുക, നമ്മൾ പുതിയ ട്യൂബ് എന്താ ചെയ്യുക, ട്യൂബും കാര്യങ്ങളൊക്കെ മാറ്റി എല്ലാ സംഭവവും സെറ്റപ്പാക്കി. ഇപ്പോൾ രണ്ടാമത് വലിയ ഐഡിയ ഇല്ല.
നിനക്കെന്താ പറ്റി? ഇനി സാധാരണ എന്താ പറയുക, ഒരു പണിയും തരാത്തവനല്ലോ ആയിട്ടുള്ള വണ്ടിയില്ലാത്ത. പിന്നെ സെക്കൻഡ് ട്യൂബ് നോക്കി എങ്ങനെ യാതൊരു ഐഡിയ എനിക്കില്ല. പക്ഷേ ഇവിടുന്ന് ഇപ്പം പറഞ്ഞാൽ നമ്മൾ തൽക്കാലത്ത് ഓടിത്തിക്കാന്ന് പറയുമ്പോൾ മൂപ്പര് ഇഞ്ഞോട് പറഞ്ഞ എന്താ പറയുക, തൽക്കാലത്ത് ഓടിത്തിക്കുക ഇതൊക്കെ മതിയെന്ന് പറഞ്ഞ മൂപ്പര് തന്നെ പറഞ്ഞ ഈ ഒരു ഇതിലാണ് നമ്മളിപ്പം പറഞ്ഞവരോട് എന്താ പറയുക ഈ ഒരു രീതിക്ക് നിന്നേ അപ്പം പറഞ്ഞവരോട് എന്താ പറയുക, ഇപ്പോൾ സത്യത്തിൽ ഇങ്ങനെ നമ്മളെ ചതിക്കുന്നുള്ള ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ എന്താ പറയുക, ഒരു മലയാളി മറ്റൊരു മലയാളീനെ ചതിക്കൂല എപ്പോഴും നമ്മൾ ചിന്തിക്കാതാ. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം പറഞ്ഞാൽ എനിക്ക് ഇത് വലിയൊരു എന്താ പറയുക ഉള്ളിൽ വലിയൊരു വിഷമം തന്നെയായിരുന്നു. എന്താ വെച്ചാൽ അത് പറഞ്ഞറിയിക്കാനാവില്ല. എന്താ വെച്ചാൽ ഒരാൾ നമ്മളെ പറ്റിക്കാന്ന് പറയുമ്പോൾ അതും ഒപ്പരം ചിരിച്ചും കളിച്ചും നിന്നിട്ട് എന്താ പറയുക നമ്മളോട് എല്ലാ കാര്യങ്ങളും ഒരു ഏട്ടനെ പോലെ നിന്ന് എല്ലാം പറഞ്ഞ് നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മളോട് ചൂണ്ടിക്കാണിച്ചെന്ന് നമ്മളോട് എല്ലാം പറഞ്ഞു തന്ന് എന്നതിന് ശേഷം എന്താ പറയുക അതേ ഇതും വെച്ചിട്ട് നമ്മളെ ചൂഷണം ചെയ്ത് നമ്മളെന്താ പറയുക പറ്റിക്കാന്ന് പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. വളരെ മോശമായിട്ടുള്ള കാര്യം വെച്ചാൽ വളരെ മോശമായിട്ടുള്ള കാര്യം. ആ ഷോപ്പിൻ്റെ പേരും ആ കറക്റ്റ് അഡ്രസ്സും വരുന്ന ബില്ലുണ്ട്, അതിൽ ഓലെ നമ്പർ വരെ ഉണ്ട്. ഞാനത് ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കാം, ഒറ്റ മിനിറ്റ് ഞാൻ ഇതാ മേലെ കൊടുക്കാം. എന്താ കേട്ടോ എൻ്റെ പ്രോപ്പർ എനിക്ക് തന്ന ബില്ല്. ഫ്ലാപ്പിന് എന്താ പറയുക 500 റുപ്യ അതിൽ എഴുതി. പിന്നെ ട്യൂബ് സെക്കൻഡ് ട്യൂബ് എന്താ 1250 റുപ്യ ഒരു ട്യൂബിന്. പിന്നെ ടയർ സെറ്റിങ്ങിന് 250 റുപ്യ എന്ത് ജസ്റ്റ് ടയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരാളെ പറ്റിക്കാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇത് മാക്സിമം എന്താ പറയുക എല്ലാവരും ഷെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഷെയർ ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് കറക്റ്റ് എന്താ പറയുക അവൻ്റെ ലൊക്കേഷൻ അവൻ്റെ ഫോൺ നമ്പർ വരെ ഉണ്ട്. ഇനി ഇതുപോലെ എന്താ പറയുക ആരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ. അത് ഓന് ഇനി എന്താ പറയുക ഒരാളെയും പറ്റിക്കാൻ ഉള്ളൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ വരുന്നത് ഓൻ തന്നെ ചിന്തിച്ച് പോകണം. ഇത് ഞാനാണോ, ഞാനങ്ങനെ എന്തിനു ചെയ്തതായിരുന്നു എന്നുള്ള ഓൻ തന്നെ ചിന്തിച്ച് പോകണം. ഞങ്ങളിപ്പം ബാക്കി കാണിക്കുന്ന ഇപ്പോൾ ഇവിടെ വന്നുള്ള കടയിൽ നിന്നാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പെരുമ്പിലാവ് നമ്മളെ എന്താ പറയുക പെരുമ്പിലാവ് മറ്റേ കരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറയുക അപ്പം പറഞ്ഞാൽ ആ നാട്ടിലുള്ള എല്ലാവരെയും എല്ലാവരിലേക്ക് ഇതെത്തിക്കാൻ ശ്രമിക്കുക. എന്താ പറയുക എല്ലാവരെയും ഇയാൾ പറ്റിക്കലാണ്. ഇവരെന്തായാലും ഞാൻ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. സാധാരണ എന്താ പറയുക അന്യസംസ്ഥാന തൊഴിലാളികളെ അല്ലെങ്കിൽ ഭാഷ അറിയാത്ത ആൾക്കാരെ അങ്ങനത്തെ ആൾക്കാരെ പലരും പല രീതിക്കും പറ്റിക്കുന്ന എനിക്ക്. പിന്നെ സ്വന്തം നാട്ടുകാർ നല്ല അസലായിട്ട് മലയാളം അറിയുന്ന നല്ല എന്താ പറയുക ഇപ്പം പറഞ്ഞാൽ സ്വന്തം എന്താ പറയുക നമ്മളോട് ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തൊക്കെ നിന്ന് വർത്തമാനം പറയുക അങ്ങനെയൊക്കെ ചെയ്തും കൊണ്ട് നമ്മളോട് ചിരിച്ച് നിന്ന് നമ്മളെ കൈത്താർ കാരണം അതുപോലൊരു വിഷമമുള്ള കാര്യമില്ല വേറെയുള്ള കഴിച്ച്. ഇത് മാക്സിമം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. പലതരം പറ്റിക്കലും കണ്ടിട്ട് ഇങ്ങനെ എന്നാലും മനുഷ്യന്മാരെന്താ പറയുക മനുഷ്യന്മാർ തന്നെ ഇങ്ങനെ എന്താ പറയുക കേരളത്തിൽ മലയാളികളെ ചതിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ലായി. ഇപ്പോൾ കണ്ടറിഞ്ഞ് മനസ്സിലായി. ഞാൻ എന്തായാലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താ പറയുക ഇപ്പം പറഞ്ഞാൽ ആ കടേൻ്റെ എനിക്ക് തന്ന ബില്ല് മുതൽ ബില്ലിൻ്റെ ഫോട്ടോ മുതൽ അതേപോലെ തന്നെ എനിക്ക് തന്ന ബില്ല് അതിലെ എമൗണ്ട് അതേപോലെ തന്നെ ഓല നമ്പറൊക്കെ അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടോ. ലോഡൊക്കെ ഇറക്കിയിട്ട് നമുക്ക് എന്താ പറയുക ഒരു തീരെ എന്താ പറയുക ഞാൻ ഇന്നേ ഒരു ലോഡിന് ഇങ്ങനെ ഒരു ചടച്ചിക്കില്ല. എന്താണെന്ന് വെച്ചാൽ എന്താണെങ്കിലും എന്തൊക്കെ ഡിലേ ആണെങ്കിലും അവിടെ നിന്നുള്ള ഓരോ കാര്യങ്ങളും എൻജോയ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ ഉടനെ വരെ പോയത്. പക്ഷേ ഇപ്പോൾ ഈ ലോഡ് എന്താണെന്ന് അറിയില്ല, സത്യം പറഞ്ഞാൽ ചടച്ചു എന്ന് തന്നെ പറയാം. ഇപ്പോൾ എന്താ പറയുക ടയർ 3 പ്രാവശ്യം പണിയെന്ന് ഒന്ന് ടയറിൻ്റെ പണിയും രണ്ടാമത് കിട്ടിയത് സ്റ്റെപ്പിന് എന്താ പറയുക ടയർ റണ്ണിങ് പൊട്ടി രണ്ടാമത്തെ സ്റ്റെപ്പിന് എന്താ പറയുക മോശമായിരുന്നു. അന്നേരം അതുകൊണ്ട് എന്താ പറയുക പഞ്ചർ കുടുങ്ങി. അത് കഴിഞ്ഞിട്ട് കിട്ടിയ വലിയ പണിയൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മളെ മലയാളികളെ മലയാളികളെ ചതിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. പല സ്ഥലത്തു നിന്നും പല അനുഭവങ്ങളും ഉണ്ടായെങ്കിലും അതൊക്കെ അതിൻ്റേതായ രീതിക്ക് എടുത്തുള്ളൂ. പക്ഷേ ഇത് 1300 റുപ്യ വരുന്ന ട്യൂബിന് സെക്കൻഡിന് ഇങ്ങോട്ട് വാങ്ങിയ 1250 റുപ്യ. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ഇപ്പോൾ പുതിയ ട്യൂബിനാകെ 1300 റുപ്യ ഉള്ളൂ. അതിന് സെക്കൻഡിന് ഇങ്ങോട്ട് പറഞ്ഞ് പുതിയ ട്യൂബിന് അവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞ് 2000 രൂപയാണ് പുതിയ ട്യൂബിന്. എനിക്ക് വേണമെങ്കിൽ ഞാൻ 1250 റുപ്യക്ക് എനിക്ക് എന്താ പറയുക സെക്കൻഡ് നല്ല എന്താ പറയുക നല്ല സാധനം തീരെ പഞ്ചർ കുടുങ്ങാത്ത സാധനം എനിക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ് നമ്മളെ സംസാരത്തിലൂടെ പറഞ്ഞ് വീട്ടിൽ നമ്മളെ പറ്റിച്ചിട്ട് അപ്പം പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് കിട്ടി പണി പിന്നെയും കിട്ടി. എന്തായാലും എന്താ പറയുക ഓലാകും കൊണ്ട് ഇപ്പം പറഞ്ഞാൽ 1250 റുപ്യയും പിന്നെ അതേപോലെ ഫ്ലാപ്പിനാക്കിയ 300 റുപ്യ ഉള്ളൂ. അതിന് 500 റുപ്യ വാങ്ങിയില്ല, അതിൽ 200 റുപ്യ കൂടുതൽ. പക്ഷേ ആ പൈസ കൊണ്ട് ഓല് നന്നായിട്ട് നന്നായിട്ടെ ഓലിക്കിപ്പം പറഞ്ഞാൽ അതും കൊണ്ട് ഓല്
വലിയ വീട് വെക്കുകയോ അല്ലെങ്കിൽ കോടീശ്വരനാവുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നന്നായിക്കോട്ടെ. എന്തായാലും ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് ഇപ്പം പറഞ്ഞാൽ അവസാനത്തേക്ക് ആ ഷോപ്പിൻ്റെ എനിക്ക് കിട്ടിയ ബില്ലും ആ ഷോപ്പിൻ്റെ എന്താ പറയുക പേരും കാര്യങ്ങളൊക്കെ ആ ബില്ലിലുണ്ടാവും. ആ ബില്ലിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. എന്തായാലും മാക്സിമം ആ ഏരിയയിലുള്ള ആൾക്കാർ മാക്സിമം എന്താ പറയുക ആ ഷോപ്പ് പോകാണ്ടിരിക്കുക. ഇനി ലോറിക്കാർ ആ ഭാഗത്തേക്ക് അകത്തൂടെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും ഇതേപോലെ തന്നെ എനിക്ക് പറ്റിയതുപോലെ ഒരു ചതി ഇനി വരുന്ന ഒരാൾക്ക് പറ്റരുത്.